ജാതിപ്പേര് വിളിച്ചാക്ഷേപിക്കുക, കറുത്ത നിറത്തിൻ്റെയും പാവപ്പെട്ട കുടുംബമാണ് എന്നതുകൊണ്ടുള്ള അവഹേളനവും ഇതൊക്കെ മറ്റു കുട്ടികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ചാവുമ്പോൾ ആത്മാഭിമാനമുള്ള യാതൊരാൾക്കും അത് സഹിക്കാൻ കഴിയില്ല. മാത്രമല്ല, നിതിൻ രാജിന്റെ ഓഡിയോ പുറത്തു വന്നതോടെ തന്നെ വിശേഷിപ്പിച്ചതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും പുറത്തു വന്നു. നേരത്തെ നിതിൻ രാജ് സഹോദരിയോട് പറഞ്ഞതിനെ തുടർന്ന് സഹോദരിയിൽ നിന്നുള്ള വെളിപ്പെടുത്തലാണ് നമ്മൾ കേട്ടതെങ്കിൽ, നിതിൻ രാജിന്റെ ഓഡിയോ കൂടി പുറത്തു വന്നതോടെ നിഷേധിക്കാൻ കഴിയാത്ത വിധമുള്ള ആക്ഷേപങ്ങളാണ് ഈ കുട്ടിക്ക് നേരെ അധ്യാപകരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അദ്ദേഹമാവട്ടെ ദന്തൽ കോളേജിലെ ഒരു വകുപ്പിന്റെ മേധാവി കൂടിയാണ്. കേരളത്തിലല്ല, മറ്റൊരു സംസ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ നാട് എന്നത്. ആ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ കേരളത്തിലും നടപ്പാക്കാം എന്നതാണ് അദ്ദേഹത്തിന്റെ മോഹമെങ്കിൽ, ഒരു കാര്യം അദ്ദേഹത്തോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ എല്ലാ ജാതിയിലും മതത്തിലുമുള്ള മനുഷ്യരെ കാണുന്ന ഒരു നാടാണ് കേരളം. താങ്കൾക്ക് സവർണ മേധാവിത്വത്തിൻ്റെതായ ചാതുർവർണ്ണയ വ്യവസ്ഥയുടേതായ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ചിന്ത നയിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജാതി അടിസ്ഥാനത്തിലുള്ള ആക്ഷേപം, വിവേചനം ആരും സ്വീകരിക്കാറില്ല. ദന്തൽ കോളേജിലോ ആകുമ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ചാണ്. നേരിയ ശതമാനം മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിലും അതും എൻട്രൻസ് പരീക്ഷ നടത്തി പാസ്സായാൽ മാത്രമേ കൂടിയ ഫീസ് കൊടുക്കാൻ കഴിയുന്നവർ എന്ന നിലയിൽ കുറച്ചു കുട്ടികൾ ചേരുന്നു. മാത്രമല്ല, സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കെല്ലാം ഗ്രാൻഡും ഫീസും ഒക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു. ഇപ്പൊ ജാതീയമായ വിവേചനത്തിന് ഒരടിസ്ഥാനവും ഇല്ലാത്ത വിധമാണ് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവേശനവും ഫീസും ക്രമീകരിക്കുന്ന നിയമം വഴി ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഒരു അധ്യാപകന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ജാതി അധിക്ഷേപം? അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ മനോഭാവമാണ് പ്രശ്നം. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോട് ക്രൂരമായി പെരുമാറുക എന്ന സവർണ മനസ്സാണ് അദ്ദേഹത്തെ ഭരിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നമുക്കത് പതിവാണ്. ദളിത് വേട്ടയും ജാതി വിവേചനവും ജാതി അധിക്ഷേപവും. ഉത്തരേന്ത്യയിൽ പതിവായി നാം
റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം കർണാടകയിലും എത്തിയിട്ടുണ്ട്. അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. എം വി ജയരാജൻ സംസാരിക്കുകയായിരുന്നു.